ഇത്തരത്തിൽ ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാനാണ്, ഇത്തരമൊരു സാഹചര്യം വഴി ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇടതുപക്ഷ പാർട്ടികളും എല്ലാ ജനാധിപത്യ പാർട്ടികളും ഏർപ്പെട്ടിരിക്കുന്നത്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇന്ത്യൻ ജനങ്ങൾക്ക് ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാണ്. ഇനിയും കൂടുതൽ ജാഗ്രതയോടുകൂടി കരുത്തോടുകൂടി ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകേണ്ടതുണ്ട്. തീർച്ചയായും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെല്ലാം ഒന്നിച്ചിരുന്ന് ആലോചിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോ കേരളത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചോ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പല്ല. ഇത് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയം, BJPയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് ദേശീയ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉയർന്നു വന്നിട്ടുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ വിഷയങ്ങളാണ്. അതാണ് കേരളത്തിൽ ശക്തമായി പ്രതികരിച്ചത്. ഇവിടെ കേരളത്തിൽ 20 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു മങ്ങലേൽക്കൽ ഉണ്ടായത് എന്ന കാര്യം തീർച്ചയായും ഇടതുപക്ഷ പാർട്ടികൾ, ജനാധിപത്യ പാർട്ടികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുന്നതാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പ്രത്യേകിച്ചൊരു ജനവികാരം ഉണ്ടാകേണ്ട കാര്യം കേരളത്തിലില്ല. ഈ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിലെ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിലും മറ്റുമുണ്ടായിട്ടുള്ള ഉത്കണ്ഠയും ഭയവുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ആ പ്രതിഫലിക്കുന്നതിൽ അവരുടെ ഒരു നിരീക്ഷണത്തിനനുസരിച്ച് ഇവിടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാകും. അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജന സ്വാധീനത്തെയോ അടിത്തറയെയോ ബാധിക്കുന്ന വിഷയമല്ല. കേരളത്തിലെ ഗവൺമെൻറ്റുമായോ കേരളത്തിൻ്റെ പ്രശ്നങ്ങളുമായോ ബന്ധപ്പെട്ടതല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ രാഷ്ട്രീയം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിലും പലപ്പോഴും കേരള രാഷ്ട്രീയത്തെയും കേരള വിഷയങ്ങളെയും അതിൽ പരാമർശിക്കാനും ഉപയോഗപ്പെടുത്താനും രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചേക്കും. അതിൻ്റെ ഫലമായിട്ട് ഒട്ടനവധി പ്രചരണങ്ങൾ വഴിച്ചുവിടാറുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ശക്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജന പിന്തുണ അത് കൂടുതൽ ശക്തിപ്പെടുത്തിയെടുക്കാൻ ഇത്തരമൊരു വിധിയുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കോൺഗ്രസിന് അഹങ്കരിക്കാനൊന്നുമില്ല. കർണാടക സംസ്ഥാനത്ത് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. ആ സംസ്ഥാനത്ത് കൂടുതൽ സീറ്റുകൾ നേടിയിട്ടുള്ളത് BJPയാണ്. BJPയാണ് അവിടെ സീറ്റുകൾ നേടിയത്, കോൺഗ്രസിന് അവിടെ തിരിച്ചടിയാണ്. അതുകൊണ്ട് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമായിട്ടല്ല, ദേശീയ രാഷ്ട്രീയ വിഷയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം. ഇന്ത്യയിൽ BJPക്ക് വലിയ സ്വാധീനവും ഗവൺമെൻറ്റും ഉണ്ടാക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിനാണ് ഭൂരിപക്ഷം കിട്ടിയത്, കൂടുതൽ സീറ്റ് നേടാൻ കഴിഞ്ഞത്. ഉത്തർപ്രദേശിലും BJPക്ക് കനത്ത തിരിച്ചടിയാണ്. ഇത് ഇന്ത്യ രാജ്യത്ത് വളർന്നു വരുന്നൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ശക്തിപ്പെടുത്തിയെടുക്കാനാണ് ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ പാർട്ടികളും പരിശ്രമിക്കുക.
കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജന സ്വാധീനം വർദ്ധിപ്പിച്ചെടുക്കാൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സജീവമായി പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വല്ല പെശകുകളോ തെറ്റുകളോ എന്തെങ്കിലും വന്നുപോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് കൂടുതൽ ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും, ശക്തിപ്പെടുത്തും. കേരളത്തിൻ്റെ പ്രതീക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ്. 3.5 കോടി മലയാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച പുതിയൊരു കേരളം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന ആ മുന്നണി കേരള ജനതയുടെ പ്രിയപ്പെട്ട സഖ്യമാണ്. ആ നില തന്നെയാണ് ജനങ്ങളിൽ ഇപ്പോഴുമുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പരിശോധിക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ കൂടുതൽ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ നിരീക്ഷണം.